1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. നിലമ്പൂർ ബൈപ്പാസിന് തടയിട്ടത് സിപിഎം ജില്ലാ നേതൃത്വമെന്ന മുൻ എംഎൽഎയും തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കൺവീനറുമായ പി.വി. അൻവർ നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സിപിഎം ജില്ലാ നേതൃത്വത്തിനെതിരെ പി.വി. അൻവർ രൂക്ഷ വിമർശനം നടത്തിയത്. നിലമ്പൂരിലെ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞാണ് അൻവർ വാർത്താ സമ്മേളനം തുടങ്ങിയത്. നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാനും നിലമ്പൂർ ജില്ലാശുപത്രി വികസനത്തിന് ഗവൺമെന്റ് യു.പി. സ്കൂളിന്റെ സ്ഥലം ഏറ്റെടുക്കാനും നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് സ്വന്തം കെട്ടിടമുണ്ടാക്കാനും നടത്തിയ ശ്രമങ്ങളെ സിപിഎം ജില്ലാ നേതൃത്വം തടഞ്ഞു. മുണ്ടേരിക്കുള്ള ഹൈവേ റോഡിന് വനം ലഭിക്കാൻ പകരം 17.5 ഏക്കർ സ്ഥലം തന്റെ നേതൃത്വത്തിൽ സൌജന്യമായി നൽകാമെന്ന് ഉറപ്പു നൽകിയിട്ടും നടപടികളെടുക്കുന്നതിന് തടസ്സം നിന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സിപിഎം ഏരിയ സെക്രട്ടറിയായിരുന്ന ഇ പത്മാക്ഷൻ ആത്മാർത്ഥ ശ്രമം നടത്തിയിരുന്നു. പത്മാക്ഷനെ ഇക്കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. എടക്കരയിൽ താൻ ഇടപെട്ട് ജനങ്ങൾ സൌജന്യമായി നൽകിയ സ്ഥലത്തുകൂടി ബൈപ്പാസ് നിർമ്മിച്ചു. ഇതിന്റെ ഉദ്ഘാടനമുണ്ടാകും. എന്നാൽ 20 വർഷത്തിലേറെയായ നിലമ്പൂർ ബൈപ്പാസ് എങ്ങുമെത്തിയില്ല. നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാത തലശ്ശേരി പാതയ്ക്കായി ഇല്ലാതാക്കിയെന്നും അൻവർ ആരോപിച്ചു. ആ ലാൻഡ് അക്വിസിഷൻ ഇപ്പൊ അതിന്റെ ഫൈനൽ ഘട്ടത്തിലാണ്. ഈ പറയുന്നത് പോലെ ഈ 2021 1-ാം ഘട്ടത്തിൽ സ്ഥലമെടുപ്പ് പൂർത്തിയായി, ബിൽഡിംഗ് പൂർത്തിയായി, കുട്ടികളെ കോളേജിൽ കയറേണ്ട സമയം കഴിഞ്ഞു. പണം കിഫ്ബി അനുവദിച്ച് 2021 അനുവദിച്ചതാണ്. ഈ പറയുന്നത് പോലെ മറ്റൊരു വലിയ വിഷയം തന്നെയാണത്. എന്താണ് അതിന്റെ പിന്നാമ്പുറം എന്ന് ചോദിച്ചാൽ, ഞാൻ ഈ പറഞ്ഞതിന്റെ ബാക്കി പത്രം എന്നതിലപ്പുറം എനിക്കതിലൊന്നും പറയാനില്ല. സത്യത്തിൽ അത് ഒരു ഘട്ടം കഴിയുമ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നത്. ഈ 2ാമത്തെ ടേമിൽ ഒരു ഘട്ടം കഴിയുമ്പോഴാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ എന്താ പറയാ ലോക്കൽ ലീഡർഷിപ്പുമായി സംസാരിക്കുന്നു. അവരും ചിലരൊക്കെ ആത്മാർത്ഥമായി ഇതിനെ പരിശ്രമിച്ചിട്ടുണ്ട്. അതിലൊരു തർക്കമില്ല. അന്നത്തെ പാർട്ടിയുടെ സെക്രട്ടറി പത്മാക്ഷൻ എനിക്കറിയാം. അദ്ദേഹം ഇതിന് നന്നായിട്ട് പരിശ്രമം നടത്തിയതാണ്. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് കാര്യങ്ങൾ കൈവിട്ട് മുകളിലേക്ക് എത്തുമ്പോൾ എവിടുന്നാണോ ഇതിന്റെ ഫുൾ സപ്പോർട്ട് ഇതിന് സ്ട്രെങ്ത് കൊടുക്കേണ്ട ജില്ലാ കമ്മിറ്റി, അവിടെയായിരുന്നു ഇതിന്റെ മുഴുവൻ തടവുകൾ. അതിലെ ഒരു ബലിയാടാണ് ഈ പറയുന്ന നമ്മുടെ ഗവൺമെന്റ് കോളേജ്. എംഎൽഎ ഫണ്ട് പരമാവധി ചെലവഴിച്ചു. 1508 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാനും കഴിഞ്ഞു. 23 സ്കൂൾ ബസ്സുകൾ, നിലമ്പൂർ ജില്ലാശുപത്രി, ചുങ്കത്ര ബ്ലോക്ക് കമ്മ്യൂണിറ്റി സെന്ററുകളിൽ ഡയാലിസിസ് മെഷീനുകൾ ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾക്ക് ഫണ്ട് നൽകി. ഡിസിസി പ്രസിഡന്റ് വി.എസ്. ജോയ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകണമെന്നത് റിക്വസ്റ്റ് മാത്രമാണ്. ആര്യടൻ ഷൌക്കത്ത് സ്ഥാനാർത്ഥിയായാലും പിന്തുണയ്ക്കുമെന്നും അൻവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിന് ശേഷം വനം സ്റ്റേഷൻ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ജാമ്യ വ്യവസ്ഥ പ്രകാരം നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിട്ടു. തുടർന്ന് എടക്കരയിലെ വി.വി. പ്രകാശിന്റെ വീട്ടിലെത്തി കുടുംബങ്ങളെയും കണ്ടു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.